നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജുനെ ഞാൻ കല്യാണരാമാന്ന് വിളിക്കാം. കല്യാണരാമനോ? അതെന്താ കല്യാണരാമനോ? അതെ, ഈ കല്യാണമൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുന്നതാണല്ലോ രാജുന്റെ ഇപ്പോഴത്തെ മെയിൻ പണി. എന്താ എല്ലാവരും എന്നെ കണ്ടപ്പോ എഴുന്നേറ്റത്? ഋതിക മോളെ പോലെ ഒരു രാജകുമാരി വീട്ടിലേക്ക് വന്ന് കേറുമ്പോ പിന്നെ എഴുന്നേക്കാതെ? അതെ, വർമ്മ സാറിന്റെ മോളെന്ന് പറഞ്ഞ ആരാ? മാഡത്തിന്റെ വലിപ്പം എന്താന്ന് അറിയാഞ്ഞിട്ടാ. ആ, നമുക്കിടയിൽ അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഞാൻ മനസ്സിൽ പോലും ഒരിക്കലും കരുതിയിട്ടില്ല. അത് മാഡത്തിന്റെ വലിയ മനസ്സ്. ശരിയാ, അടുത്തറിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ശരിക്കും ഋതിക ഒരു പാവാണെന്ന്. നിനക്ക് നിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന കാര്യം അറിയില്ലായിരുന്നു അല്ലേ? സ്വന്തം വിവാഹ നിശ്ചയം മോൾ അറിയാതെ മറച്ചു വെച്ച ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാ? നമ്മളെന്തിനാ ഇപ്പോ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടായിരിക്കടാ. വർമ്മ സാറ് മോളോട് മിണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെക്കാം. പക്ഷെ ബാക്കിയുള്ളവർക്കെങ്കിലും പറയാതിരുന്നില്ലേ? അതെ, അപ്പൊ നിശ്ചയം മറച്ചു വെക്കാൻ പിന്നിൽ നിന്നും കളിച്ച ആളെ ഞാൻ എന്ത് ചെയ്യണം? അങ്കിള് തന്നെ പറയും. അത് ശരി, ഋതിക മാഡം ആരാ? മാഡം വിചാരിച്ച എന്താ ഇവിടെ നടക്കാത്തത്? നിശ്ചയം മാഡം അറിയാതെ മറച്ചു വെച്ചവൻ ആരായാലും നല്ല പെട്ടപ്പെടക്കണം. ഈ ഒച്ചം ഞാനും അതിനുള്ള നല്ലൊരു അവസരത്തിനായിട്ടാ കാത്തിരിക്കുന്നത്. മതി മതി, നിങ്ങളെല്ലാരും അകത്തേക്ക് കയറി പോയെ. എനിക്കിവിടെ ട്യൂഷൻ എടുക്കാനുള്ളത്. അടാ, ഞാനൊന്ന് ചന്തയിൽ പോയിട്ട് വരാം. പലർക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അച്ഛാ ഒരു മിനിറ്റ് നിക്ക്. സാധനമൊക്കെ വാങ്ങാൻ കാശ് എന്റെ കയ്യിലുണ്ടാ. അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അച്ഛൻ ഇത് വെച്ചേ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എടാ, ഞാൻ വാരഫലം നോക്കി. ഈ ആഴ്ച നീ ഒന്ന് ശ്രദ്ധിക്കണം. ശനിയുടെ വിളയാട്ടമുണ്ട്. നിങ്ങൾ സാധനം വാങ്ങാൻ പോവാണെങ്കിൽ ഒന്ന് പോ മനുഷ്യ. മോക്ക് പഠിക്കാനുള്ളതല്ലേ? ഇത് പൊടിയാർന്ന്. എക്സാം പാസ്സായാലുടനെ മോളുടെ വിവാഹാണെന്ന് അല്ലേ മോളെ? മോളെ, മോളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി രാധമ്മേ. മേഡം വരൂ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്ന? നിനക്കെന്താ വീട്ടിൽ പണിയൊന്നുമില്ലേ? എന്റെ വീട്ടിലെ പണികളൊക്കെ എന്റെ അമ്മ ചെയ്തോളും. ഞാനിവിടെ വന്നാ രാജുവിനെന്താ? നീ എന്തേലും ചെയ്. ബുക്സ് എടുക്കൂ ഋതിക മേഡം. ഓക്കെ സർ. ഞാൻ ബുക്സ് എടുക്കുവാണ് സർ. നമുക്ക് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാം സാറേ. അതെ ഋതിക മേഡം, ഇത്രയും സാറ് വിളിയുടെ ആവശ്യമില്ല. അതെന്താ സർ? സാറ് തന്നെയല്ലേ ഒരിക്കൽ പറഞ്ഞത് സാറിനെ റെസ്പെക്ട് നൽകി സാറെന്ന് വിളിക്കണമെന്ന് സർ. എന്റെ പൊന്ന് ഋതിക മാഡം, പ്ലീസ്. എങ്കിലൊരു കാര്യം ചെയ്യാം. രാജുനെ ഞാൻ കല്യാണരാമാന്ന് വിളിക്കാം. കല്യാണരാമനോ? അതെന്താ കല്യാണരാമനോ? അതെ, ഈ കല്യാണമൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുന്നതാണല്ലോ രാജുന്റെ ഇപ്പോഴത്തെ മെയിൻ പണി. അപ്പോ ആ പേര് കറക്റ്റ് അല്ലേ രമേ? കല്യാണരാമൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഋതിക മാഡം പ്ലീസ്. എന്താ രാജു, രാജുന് ആ പേര് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടായി. ഈ കല്യാണരാമൻ ഇനി എപ്പോഴാണോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്.
ഋതിക മാഡം, ഇത് ശരിയാവില്ല കേട്ടോ. രാജു, എന്റെ കല്യാണം നടത്താൻ ഏറ്റവും ധൃതി നിനക്കല്ലേ? എന്ന് മാഡത്തിനോട് ആര് പറഞ്ഞു? മാഡം പഠിക്കാൻ നോക്ക്. ആ ശരിയാ, ഋതികമ്മയുടെ ഇരുന്ന് പഠിക്കേ, ഞാനിപ്പോ വരാമേ. ബുക്ക് എടുക്കും മാഡം. പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ, രാജു അല്ലേ? ആ അതെ, ആരാ? രാജു, ഞാൻ അശ്വിന, ഋതികയുടെ ഉഡ്ബി. അശ്വിൻ സാറേ, സോറി, എൻ്റെ സാറിന്റെ നമ്പർ ഇല്ലായിരുന്നു. ആ ഇറ്റ്സ് ഓക്കെ, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ കേട്ടോ. ആ ശരി സാറേ. ഋതിക രാജുവിൻ്റെ കൂടെ ട്യൂഷൻ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ് സെഗ്മെന്റ് ഈവനിങ് ആകുമ്പോൾ കഴിയുമോ? എനിക്ക് ഋതികയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെറിയൊരു ഔട്ടിങ്. അതിനെന്താ അശ്വിൻ സാറേ, സാറിപ്പോ എവിടെയാ ഉള്ളത്? ഞാൻ ഋതിക മാഡവുമായി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട, ധൃതി ഒന്നുമില്ല. ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഋതികയോടൊന്ന് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ മതി. ആ പറയാം അശ്വിൻ സാറേ, മാഡത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ ഓക്കെ, താങ്ക് യു. ആ ശരി സാർ. ഋതിക മാഡം, മാഡത്തിന്റെ വുഡ്ബിയെ വിളിച്ച് മാഡത്തെ ഇന്ന് ഔട്ടിങ്ങിന് കൂട്ടിക്കൊണ്ട് പോകുന്ന. ട്യൂഷൻ കഴിഞ്ഞ് റെഡിയായി, ഭാവി വരന്റെ കൂടെ ഒന്ന് പോയിട്ട് വാ. ശരി, ആയിക്കോട്ടെ. കല്യാണ രാമ, ഇത് ഞാൻ ഋതികയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയല്ലേ? ഈ സാരി എന്താ ജോലിക്കാരി കൊടുത്തിരിക്കുന്നത്? ആ ദിവ്യ, എന്നും നീ കൊടുക്കാറുള്ള നിന്റെ യൂണിഫോം സാരി മാറ്റി പിടിച്ചോ? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേ ആണോ? പുതിയ സാരിയൊക്കെ ആണല്ലോ. അയ്യോ സാറേ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ പിറന്നാൾ ഓർത്തിരിക്കാനും മാത്രം യോഗ്യരാണോ? ഈ സാരി എനിക്ക് ഋതിക മാഡം തന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.